അരുത് കുതിരെ അതിര് നിൽക്കുന്ന മുതിര തിന്നാൻ മുതിരരുത് കുതിരെ കേട്ടിട്ടില്ലേ? അതേ കൂടെ നമുക്ക് ഇന്നൊരു മുതിരത്തോരൻ ഉണ്ടാക്കി. എനിക്കാണെങ്കിൽ ഈ മുതിരത്തോരൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചത് മുതിര അമ്പലത്തിൽ നിന്ന് മാത്രം കഞ്ഞിയുടെ കൂടെ കിട്ടുന്ന ഒന്നാണെന്നാണ്. പക്ഷേ പിന്നല്ലേ മനസ്സിലായത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന. പണ്ടൊക്കെ ഈ മുതിരയൊന്നും നമ്മൾ എൻ്റെ അമ്മയൊന്നും വീട്ടിലതിങ്ങനെ അധികം ഉണ്ടാക്കത്തില്ലായിരുന്നു കേട്ടോ. അതിനുള്ള സമയമില്ലെന്ന് വേണം പറയാൻ. എനിക്കിപ്പോൾ ഒത്തിരി സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മുതിരത്തോരൻ ഉണ്ടാക്കും കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും യൂട്യൂബിൽ നോക്കിയാണ് ഉണ്ടാക്കുന്നത്. ഇതെന്തോ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നും. മുതിരയാണെങ്കിൽ ഒരു രാത്രി മൊത്തം നമ്മൾ കുതിർക്കാനിട്ടിട്ട് അതൊന്ന് ഊറ്റിക്കളഞ്ഞ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. വറുത്തെടുത്തിട്ട് കുറച്ചധികം തേങ്ങയും ജീരകം മഞ്ഞപ്പൊടി കുരുമുളക് ഇത്രയും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അരക്കരുത്, ചതയ്ക്കണം. ഇത് എൻ്റെ സ്വന്തം റെസിപ്പി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മുതിര ഇഷ്ടപ്പെടാത്തവരത് കഴിച്ചു പോവേ. അങ്ങനെ ഒരു പാൻ വെച്ച് കടുകിട്ട് കരിയാപ്പില ഇട്ട് കുറച്ചധികം ഉള്ളി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിക്ക് ഇപ്പോൾ ഇവിടെ വളരെ വിലക്കുറവാണ്. അതുകൊണ്ടാണ് 1 കിലോ 10 രൂപയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉള്ളി എടുക്കുന്നത്. ഉള്ളി എത്ര ഇട്ടാൽ അത്രയും ടേസ്റ്റാണ്. കൊച്ചുള്ളി ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ്. ഞാനിവിടെ സവാള ഉള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് മുമ്പേ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കണം. തോർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. നന്നായിട്ട് അതിനെ ഒന്ന് മൊരിക്കണേ. അതിനകത്തോട്ട് നമ്മൾ മുമ്പേ അടിച്ചു വെച്ചിരിക്കുന്ന ആ മുതിരയില്ലേ, അല്ല കേട്ടോ, ആ മുതിര. എന്നിട്ട് അതൊന്ന് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല ഉപ്പേരി മാതിരിയാകുമേ. ഇതിപ്പോൾ വീഡിയോ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നല്ല ഈ കക്കറച്ചിയൊക്കെ വെക്കത്തില്ലേ, കക്കറച്ചിയൊക്കെ വെക്കുന്ന ചെറിയൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. കാരണം ആ കരിയാപ്പലയും കടുകും ആ ഉള്ളിയില്ലേ അതൊക്കെ ഏറെ ഇട്ടേക്കുന്നുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റാണ്. ഇത് മുതിര കഴിക്കാത്തതിനും കൂടെ കഴിച്ചുകൂടെ. കുഞ്ഞൊക്കെയാണ് കഴിക്കത്തില്ല കേട്ടോ. പക്ഷേ ഇന്നലെ ഞാനിങ്ങനെ വെച്ചപ്പോഴത്തേക്ക് അവനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.